KPCC പുനഃസംഘടന വൈകുന്നതിൽ കോൺഗ്രസിൽ അതൃപ്തി രൂക്ഷമാകുന്നു. പുതിയ നേതൃത്വത്തിലെ ചിലരുടെ താൽപര്യക്കുറവാണ് പുനഃസംഘടന വൈകിപ്പിക്കുന്നത് എന്നാണ് ആക്ഷേപം. സംസ്ഥാനത്ത് സമവായമുണ്ടായില്ലെങ്കിൽ നേരിട്ടിടപെടും എന്ന് ഹൈക്കമാൻഡ് സൂചന നൽകിയിട്ടുണ്ട്. KPCCയുടെ പുതിയ നേതൃത്വത്തെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ പുനഃസംഘടന പൂർത്തിയാക്കാനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മൂലം നീണ്ടുപോയ പുനഃസംഘടന ഓഗസ്റ്റ് ആദ്യവാരത്തിനകം പൂർത്തിയാക്കണമെന്ന് അന്തിമ ധാരണയിലെത്തിയിരുന്നു. നേതൃത്വം ഡൽഹിയിൽ ക്യാമ്പ് ചെയ്ത് നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ കൈമാറിയ ജംബോ പട്ടിക ഹൈക്കമാൻഡ് നിരസിച്ചതോടെ പുനഃസംഘടന വീണ്ടും നീണ്ടു. സംസ്ഥാനത്തെത്തി സമവായമുണ്ടാക്കി പട്ടിക കൈമാറണമെന്ന് നിർദ്ദേശിച്ചിരുന്നെങ്കിലും അത് അനന്തമായി നീളുകയാണെന്നാണ് കോൺഗ്രസിൽ ഉയരുന്ന പരാതി. ഈ മാസം 31-നകം പുനഃസംഘടന പൂർത്തിയാക്കണമെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശം വന്നതിനെ തുടർന്ന് കഴിഞ്ഞ 20-ന് ഇന്ദിരാഭവൻ വെച്ച് KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തിയിരുന്നു. 1 മണിക്കൂർ മാത്രം നീണ്ട ചർച്ച പിന്നെയും തുടരാൻ ധാരണയായിരുന്നെങ്കിലും KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും പിന്നീട് പുനഃസംഘടനാ വിഷയത്തിൽ ഒരുമിച്ചിരുന്നിട്ടില്ല. ഇതിനിടെ രാഹുൽ വിവാദമുണ്ടായത് കാരണമാണെങ്കിലും പുതിയ നേതൃത്വത്തിന്റെ താൽപര്യക്കുറവ് മൂലമാണ് ചർച്ച നീണ്ടുപോകുന്നതെന്നാണ് ആക്ഷേപം. KPCCയുടെ പുതിയ നേതൃത്വത്തിലെ യുവാക്കളെ ലക്ഷ്യം വെച്ചാണ് ഈ പരാതികൾ. ഭാരവാഹികളില്ലാത്തതുകൊണ്ട് എല്ലാ ഉത്തരവാദിത്വവും ഇപ്പോൾ പുതിയ നേതൃത്വമാണ് നിർവഹിക്കുന്നത്. ഇത് നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയാണ് പുനഃസംഘടന നീട്ടിക്കൊണ്ടുപോകുന്നതെന്നാണ് പരാതി. പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും ഒരുമിച്ചിരുന്നാൽ പരിഹരിക്കാവുന്ന തർക്കങ്ങളെ പുനഃസംഘടന സംബന്ധിച്ച് പാർട്ടിയിലുള്ളൂ. എന്നിട്ടും ചർച്ച നടക്കാത്തത് താൽപര്യക്കുറവുകൊണ്ടാണെന്നും ആക്ഷേപമുണ്ട്. ഓണം കഴിഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ നടപടികൾ തുടങ്ങും. അതുകൊണ്ട് തന്നെ പുനഃസംഘടന പിന്നെയും നീണ്ടേക്കുമെന്ന ആശങ്കയാണ് പരാതികളുടെ അടിസ്ഥാനം. സംസ്ഥാനത്ത് സമവായമുണ്ടായില്ലെങ്കിൽ നിരീക്ഷകർ വഴി ഇടപെടുമെന്ന് ഹൈക്കമാൻഡ് മുന്നറിയിപ്പ് നൽകിയതായും സൂചനയുണ്ട്. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.